ബാങ്കുകാർ നിങ്ങളുടെ വീടും വസ്തുവും ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്താറുണ്ടോ? എന്നാൽ മനസ്സിലാക്കുക, ഇനി മുതൽ ബാങ്കിന് ഈ രീതിയിൽ നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയുന്നതല്ല. കേരള സർക്കാരിന്റെ ഏക കിടപ്പാട് ബിൽ 2025 അനുസരിച്ച് സാധാരണക്കാരുടെ വീട് ജപ്തിയിൽ നിന്നും സംരക്ഷിക്കപ്പെടും. ഈ ഇളവ് ലഭിക്കുന്നതിന് കുറച്ച് നിബന്ധനകൾ കൂടിയുണ്ട്. നിങ്ങളുടെ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വായ്പാ തുക 5 ലക്ഷം രൂപയിലും കുറവായിരിക്കണം. കൂടാതെ പലിശയും കൂട്ടുപലിശയും അടക്കം നിങ്ങളുടെ വായ്പാ തുക 10 ലക്ഷം രൂപയിൽ കൂടുതലാകാനും പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ പേരിൽ ജപ്തിയിലുള്ള ഈ കിടപ്പാടമല്ലാതെ മറ്റൊരു വസ്തുവകകളും ഉണ്ടായിരിക്കാൻ പാടില്ല. നിങ്ങളുടെ കിടപ്പാടം ഈ പറഞ്ഞ നിബന്ധനകളിൽ ഉൾപ്പെടുന്നതാണെങ്കിൽ നിങ്ങളുടെ വസ്തുവിനെയും വീടിനെയും ജപ്തിയിൽ നിന്നും ഏക കിടപ്പാട ബില്ല് സംരക്ഷിക്കും. എന്നാൽ ഇത് നിങ്ങളുടെ ലോണിനെയോ ബാധ്യതയെയോ ബാധിക്കുന്നില്ല. അതായത് നിങ്ങൾ ബാങ്കിൽ നിന്നും എടുത്ത വായ്പാ തുക തിരികെ അടയ്ക്കുന്നതിന് തീർച്ചയായും നിങ്ങൾ നിയമപരമായി ബാധ്യസ്ഥരാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ. അതുപോലെ തന്നെ ഇൻഫർമേഷൻ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യൂ.